നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൻ്റെ ഫൈനൽ മത്സരം നാളെയാണ്. അതെ, മുമ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അതേ ടൂർണമെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ പേര് മാറ്റി ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്നാക്കി എന്നേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഇതിലെ ചാമ്പ്യന്മാർ റയൽ മാഡ്രിഡാണ്. ഇത്തവണ ചാമ്പ്യന്മാരാവാൻ ആരായിരിക്കും? കാത്തിരിക്കാം. PSG ഫൈനലിൽ ഏറ്റുമുട്ടുന്നു ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിംഗോക്കെതിരെ. യൂറോപ്യൻ ചാമ്പ്യന്മാർ ഇപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ നേരിട്ട് ഫൈനലിലാണ്. അതേസമയം ബ്രസീലിൽ നിന്ന് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ വരുന്ന ടീമിന് ആദ്യം അമേരിക്കൻ ഡെർബി, ഫിഫ ഡെർബി ഓഫ് ദി അമേരിക്കാസ് കളിക്കണം. അതിൽ ക്രൂസ് അസൂലിനെ 2-1 ഫ്ലമിംഗോ പരാജയപ്പെടുത്തിയിരുന്നു. കോപ്പ ലിബർട്ടഡോറസ് ചാമ്പ്യന്മാരായിട്ടുള്ള ഫ്ലമിംഗോ. അവിടെ നിന്ന് അവർ പിന്നീട് ഫിഫ ചലഞ്ച് കപ്പ് 2025 പിരമിഡ്സിനെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക്. അതിനുശേഷം ഇതാ ഫൈനൽ മത്സരം ദോഹയിൽ വെച്ചിട്ടാണ്, ഖത്തറിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം, അൽ റയ്യാൻ സ്റ്റേഡിയത്തിലാണ്. നാളെ ഖത്തർ സമയം രാത്രി 10:30 മത്സരമുള്ളത്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏതാണ്ട് ഒരു മണിക്കായിരിക്കും ഈ മത്സരം ഉണ്ടാവുക. എന്തായാലും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു പോരാട്ടമാണ്. ആരായിരിക്കും ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ മുത്തമിടുക എന്ന് പറഞ്ഞാൽ പഴയ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിടുക. ഇപ്പോൾ ഇനി ക്ലബ്ബ് വേൾഡ് കപ്പ് 4 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ്. അതിപ്പോൾ ഈ വർഷം ജൂണിൽ നടന്നു. ഇനിയിപ്പോൾ 2029 അതുണ്ടാകൂ. പക്ഷെ അതുവരെ ഓരോ വർഷവും ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഉണ്ടാകും. അപ്പോൾ അറിയേണ്ട കാര്യം, ബ്രസീലിയൻ ക്ലബ്ബ് ലോകത്തിൻ്റെ നെറുകയിലെത്തുമോ അതല്ല PSG വിജയിക്കുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.